എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മീത്തയുടെ ഫാദറിന്റെ കമ്പനിയാണ് കാണിക്കുന്നത്. ടോഡ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ന്യൂ പ്രോജക്റ്റിനെ കുറിച്ച് എല്ലാവരോടും പറയുന്നു. അവന്റെ ഈ പ്രസന്റേഷൻ കേട്ട് ഷെയർ ഹോൾഡേഴ്സും മീത്തയും ഡാഡും എല്ലാം ഒരുപാട് ഇംപ്രസ് ആകുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് അവരൊരു കാര്യം അറിയുന്നത്. അവരുടെ കോമ്പറ്റീറ്ററായ പ്രിന്റ് ഫാദറിന്റെ കമ്പനി ഈ സെയിം പ്രോജക്റ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്തു എന്ന്. ലോഞ്ചിങ് പാർട്ടി കണ്ട് എല്ലാവരും ഷോക്ക് ആകുന്നു. ഷെയർ ഹോൾഡേഴ്സ് വീണ്ടും മീത്തയുടെ ഡാഡിനോട് ഒരുപാട് മോശമായി സംസാരിക്കുന്നു. അവർക്ക് ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ഡാഡിനോട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി മുതൽ ഡാഡിന്റെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം. മിസ്റ്റർ ലീഡർ പ്രോജക്റ്റ് ഞാൻ കൈക്കലാക്കും. ആ ടെൻഡർ ഞാൻ സ്വന്തമാക്കും. നമുക്ക് ആ ടെൻഡർ കിട്ടുവാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററായ സിവന്ത കമ്പനിയെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മിസ്റ്റർ ലീഡ് ടെൻഡർ എന്ത് വില കൊടുത്തും ഞാൻ സ്വന്തമാക്കുമെന്ന് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യാണെന്ന് അവൾ അവരോട് പറയുന്നു. ഇവിടെ പ്രിന്റ് ഫാദർ ആദ്യമായിട്ട് ചെന്നിൽ ഒരുപാട് ഇംപ്രസ് ആകുന്നു. അദ്ദേഹം ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. സത്യത്തിൽ അവരുടെ കമ്പനിക്ക് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയത് ചെന്റെ ഗേൾഫ്രണ്ടായ പാം കാരണമാണ്. കാരണം മിത്രയുടെ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റിന്റെ മോഡലായിട്ട് അവർ സെലക്ട് ചെയ്ത് പാമിനെ ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അവൾക്കറിയാമായിരുന്നു. അവൾ ഈ ഡീറ്റെയിൽസ് മോഷ്ടിച്ച് ചെന്ന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ചെൻ ഇത്ര ഈസി ആയിട്ട് ആ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത്. ചെൻ പാമിനെ ഡേറ്റ് ചെയ്യാനെന്ന കാര്യം അവന്റെ മദർ അറിയുമ്പോൾ ഒട്ടും ഇഷ്ടമാകുന്നില്ല. കാരണം അവർക്ക് പാമിനെ ഇഷ്ടമായിരുന്നില്ല. ഇവിടെ പാം ആകട്ടെ ചെന്റെ കമ്പനിയിലേക്ക് വരുന്നു അവനെ മീറ്റ് ചെയ്യാൻ. പക്ഷെ വഴിയിൽ വെച്ച് പ്രിന്റ് അവളെ പിടിച്ച് സൈഡിലേക്ക് കൊണ്ടുവരുന്നു അവളോട് സംസാരിക്കാനായി. അവൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളുടെ വാ പൊത്തുന്നു. ഈ കറക്റ്റ് സമയത്ത് ആ കമ്പനിയിലേക്ക് ടോഡിന്റെ കൂടെ മീത്തയും വരുന്നുണ്ട്. ഇവരെ രണ്ടുപേരെ ഈ പൊസിഷനിൽ കാണുമ്പോൾ മിത്രയാകട്ടെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. മിത്ര അവിടേക്ക് വരാൻ കാരണം തന്റെ കമ്പനി എന്തിനാണ് പാം ചീറ്റ് ചെയ്തെന്ന് അവളോട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഇവരുടെ ഈ സീൻ കാണുമ്പോൾ ടോഡ് മിത്രയും കൂട്ടി അവിടുന്ന് പോകുന്നു. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ എന്നോട് ഇത്രമാത്രം പറഞ്ഞാൽ മതി. നീ എന്തിനാണ് 4 വർഷങ്ങൾക്ക് മുന്നേ നിന്റെ ഫ്രണ്ടിനെ കള്ളം പറഞ്ഞ് എനിക്ക് സെല്ല് ചെയ്തെന്ന് പാമിനോട് പ്രിന്റ് ചോദിക്കുന്നുണ്ട്. പക്ഷെ പാമാകട്ടെ ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യുന്നു. നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചാണെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ മിസ്റ്റർ ലീഡ് പ്രോജക്റ്റ് സ്വന്തമാക്കാനായി അദ്ദേഹത്തെ കാണാൻ പ്രിന്റ് വരുന്നുണ്ട്. അദ്ദേഹത്തെ കാണാനായി മിത്ര അവിടേക്ക് വരുന്നു. പക്ഷെ പ്രിന്റിനെ കാണുമ്പോൾ അവൾ ഷോക്ക് ആകുന്നുണ്ട്. അവർ രണ്ടുപേരും ശ്രമിക്കുന്നത് സെയിം പ്രോജക്റ്റ് സ്വന്തമാക്കാൻ വേണ്ടിയാണ്. മിസ്റ്റർ ലീയെ കണ്ട ശേഷം പ്രിന്റ് ബി സൈഡിൽ നിൽക്കാണ്. മിത്ര ഇത് കാണുമ്പോൾ മനഃപൂർവ്വം അവൻ തന്നെ നോട്ടീസ് ചെയ്യാനായി അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് തറയിട്ട് പൊട്ടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു ഗ്ലാസ് പീസ് എടുത്ത് അതിൽ മനഃപൂർവ്വം അവളുടെ കാല് വയ്ക്കുന്നു. വേദന കാരണം അവൾ ഉറക്കെ കരയുന്നുണ്ട്. ഈ സൗണ്ട് കേട്ട് പ്രിന്റ് അവിടേക്ക് ഓടി വരുന്നു. ഇവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് സീനുകളിൽ മനസ്സിലാകും. പ്രിന്റ് ഓടി വന്ന് മിത്രയെ ഹെൽപ്പ് ചെയ്യുന്നു. അവളുടെ ഫേസ് കാണുമ്പോൾ അവൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്. മിത്രയും അവനെ കണ്ട് ഷോക്ക് ആകുന്ന പോലെ അഭിനയിക്കുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, പക്ഷെ നീ കണ്ടെത്താൻ പറ്റിയില്ല. ഫൈനലി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ എൻ്റെ കൺമുന്നിൽ വന്നു. ഇനി ഒരിക്കലും ഇതുപോലെ നീ എൻ്റെ അടുത്തുനിന്ന് പോകരുതെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പ്രിന്റ് അവളുടെ മുറിവിൽ മെഡിസിൻ സപ്ലൈ ചെയ്യാണ്. മിത്ര അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഫൈനലി നിന്നെ ഇന്ന് എൻ്റെ കൺമുന്നിൽ കണ്ടതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ അന്നു രാത്രി സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മിത്ര അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. അന്ന് രാത്രി സംഭവിച്ചതൊരു മിസ്റ്റേക്കാണ്. ഞാനത് ഓൾറെഡി മറന്നു. നീ മറക്കുന്നേ ബെറ്റർ എന്ന് മിത്ര പറയുന്നുണ്ട്. ഇത് കേട്ട് പ്രിൻസ് സാഡ് ആകുന്നു. പക്ഷെ എനിക്കൊരിക്കലും നിന്നെ മറക്കാൻ പറ്റിയിട്ടില്ല എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് മിത്രയ്ക്ക് ചെറുതായിട്ട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ എണീറ്റ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ തടയുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് പ്രിൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മിത്രയാകട്ടെ ആ ഓഫർ റിജക്റ്റ് ചെയ്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമെന്ന് അവൻ പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇത്രയും നാളായിട്ട് താൻ അന്വേഷിക്കുന്ന ഗേളിനെ ഫൈനലി കണ്ടെത്തിയതിൽ അവൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. സെയിം നൈറ്റ് മിത്ര നന്നായിട്ട് റെഡിയാകുന്നു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായിരുന്നു.
അവൾ പ്രിന്നെ കാണാൻ വരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നുണ്ട്. നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചെന്ന് അവൻ പറയുമ്പോൾ ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത്, പക്ഷെ പിന്നീട് വരാൻ തോന്നിയെന്ന് അവൾ പറയുന്നു. നിന്റെ പേരെന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. തൻ്റെ പേര് പ്ലോയ് എന്നാണെന്ന് അവൾ കള്ളം പറയുന്നു. എൻ്റെ പേര് പരിൻ എന്നാണ്, നിനക്ക് എന്നെ പ്രിന്ന് വിളിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. സത്യത്തിൽ ഇവർ രണ്ടുപേരും മിസ്റ്റർ ലീയെ കണ്ട് ആ ടെൻഡറിനെ കുറിച്ച് സംസാരിക്കാനായി ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് നിനക്ക് എന്നെ മറക്കാൻ പറ്റിയിട്ടില്ല എന്ന് നീ എന്നോട് പറഞ്ഞു. നീ എന്താ എന്നെ പ്രണയിക്കുന്നുണ്ടോയെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ എസ് പറയുകയാണെങ്കിൽ നീ എന്തു ചെയ്യും എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ അതൊരിക്കലും വിശ്വസിക്കില്ല. കാരണം നമ്മുടെ റിലേഷൻ ഒരു രാത്രി മാത്രമായിരുന്നു. ഒരു രാത്രി കൊണ്ട് ആർക്കും ആരോട് പ്രണയം തോന്നില്ല എന്ന് അവൾ പറയുന്നു. എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് ഞാൻ നിന്നോട് ഓപ്പണായി പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. നിന്റെ ഈ വാക്കുകളെ ഞാൻ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് അവൾ പറയുന്നു. അതിൻ്റെ അർത്ഥം എനിക്കൊരു ചാൻസ് തരാൻ നീ വില്ലിങ് അല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം നീ സത്യം പറയണോ അല്ലയോ എന്ന് എനിക്കും അറിയണമെന്ന് അവൾ പറയുന്നു. ഇവിടെ മീത്ത മനഃപൂർവ്വം പ്രിന്നെ ഒരുപാട് ഡ്രിങ്ക് ചെയ്യിക്കുന്നുണ്ട്. മിസ്റ്റർ ലീയുടെ ടെൻഡറിൻ്റെ ഡീറ്റെയിൽസ് അവൻ്റെ വായിന്ന് വീഴുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നീ മനഃപൂർവ്വം എന്നെ ഒരുപാട് ഡ്രിങ്ക് ചെയ്യിക്കുകയാണെന്നാണ്. കാരണം നീ എനിക്ക് ഒരുപാട് ഡ്രിങ്ക് ഒഴിച്ചു തന്നു. പക്ഷെ നിന്റെ ഗ്ലാസ് നീ തൊട്ടിട്ട് പോലുമില്ല. അന്നത്തെ പോലെ നീ വീണ്ടും ഇന്ന് രാത്രിക്ക് ശേഷം എൻ്റെ കൺമുന്നിന്ന് വീണ്ടും വാനിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഡ്രിങ്ക് ചെയ്യാത്തതിൻ്റെ കാരണം നിന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഡ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ബോധം കാണില്ല. സോ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് ബോധം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഡ്രിങ്ക് ചെയ്യാത്തതെന്ന് അവൾ പറയുന്നു. സംസാരത്തിനിടയിൽ മിസ്റ്റർ ലീയുടെ ടെൻഡർ ഡീറ്റെയിൽസിനെ കുറിച്ച് പ്രിന്നോട് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രിന്നാകട്ടെ ആ ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. തൻ്റെ പ്ലാൻ ഫെയിലായെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും സംസാരിച്ചു നടക്കുന്നു. ബീച്ച് സൈഡിൽ വരുന്നുണ്ട്. നിനക്ക് ബീച്ച് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്ന് അവൾ പറയുമ്പോൾ അതെ, നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് ബീച്ച് ഒരുപാട് ഇഷ്ടമാണ്. ബീച്ച് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. നിന്നെ കണ്ടെത്താനായി ഞാൻ ഒരുപാട് തവണ ആ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല. നീ ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നു. എൻ്റെ ഫർദർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ അമേരിക്കയിലായിരുന്നു എന്ന് അവൾ പറയുന്നു. പ്ലീസ് ഇനി ഒരിക്കലും നീ എൻ്റെ കൺമുന്നിൽ ദൂരെ പോകരുതെന്ന് അവൻ പറയുന്നു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. തന്നെ വിടാനായി അവൾ പറയുന്നുണ്ടെങ്കിലും നീ എന്നെ വിട്ട് ഇനി ഒരിക്കലും പോകരുത്. അന്നു രാത്രിക്ക് ശേഷം നിന്നെ മിസ് ചെയ്യാത്ത ഒരു രാത്രി പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നീയും എന്നെ മിസ് ചെയ്തു എന്ന് അവൻ ചോദിക്കുമ്പോൾ തന്നെ വിടാനായി അവൾ വീണ്ടും പറയുന്നു. പക്ഷെ പ്രിൻ വിടുന്നില്ല. നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയുള്ളൂ എന്ന കാര്യം നീ മറക്കരുതെന്ന് അവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സോറി പറഞ്ഞ് അവൻ അവളെ വിടുന്നുണ്ട്. നെക്സ്റ്റ് ഡേ വീണ്ടും മീറ്റ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്ത ശേഷം അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പ്രിൻ അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും മീത്ത സമ്മതിക്കുന്നില്ല. അവൾ അവിടുന്ന് പോകുന്നു. പ്രിൻ ആകട്ടെ ഒരുപാട് ഹാപ്പിയിലായിരുന്നു. റൂമിൽ വന്ന ശേഷം മീത്ത സ്വയം പറയുന്നുണ്ട്, നോക്കൂ മീത്ത, അയാൾ പറയുന്ന ഈ സ്വീറ്റ് സംസാരത്തിൽ നീ ഒരിക്കലും വീഴരുത്. നിന്റെ ഫുൾ ലൈഫ് നശിപ്പിച്ച ആളാണ് അയാൾ. ഇപ്പോൾ അയാളുടെ ലൈഫ് നശിപ്പിക്കാൻ നിനക്ക് കിട്ടിയ അവസരമാണെന്ന് അവൾ സ്വയം പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ലീയുടെ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരത്തിനിടയിൽ പ്രിൻ എല്ലാ കാര്യങ്ങളും മീത്തയോട് പറയുന്നു. കാരണം മിത്രയിൽ അവൻ ഒരുപാട് അട്രാക്റ്റഡ് ആയിരുന്നു. ഡിന്നർ കഴിച്ച ശേഷം മീത്തയെ റൂമിൽ ഡ്രോപ്പ് ചെയ്യാനായി പ്രിന്നും വരുന്നു. റൂം തുറക്കുന്നതിന് മുന്നേ ഞാൻ റൂമിലെത്തി, നിനക്കിനി പോകാമെന്ന് അവൾ പറയുന്നുണ്ട്. നിനക്കെന്താ, എന്നെ പേടിയുണ്ടോ? നീ പേടിക്കേണ്ട, അന്ന് ചെയ്ത മിസ്റ്റേക്ക് ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല നിന്റെ പെർമിഷൻ ഇല്ലാണ്ട്. എന്നിട്ട് അവൻ അവളെ കിസ് ചെയ്യാൻ വേണ്ടി ക്ലോസായി വരുന്നുണ്ട്. ഇത്തവണ മിത്രയും അവനെ കിസ് ചെയ്യാൻ വരുന്നു. പക്ഷേ അവളുടെ ക്ലോസായി വന്ന ശേഷം അവൻ സ്മൈൽ ചെയ്തുകൊണ്ട് ഗുഡ് നൈറ്റ് ഡാർലിംഗ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. മിത്രയെ സ്മൈൽ ചെയ്യുന്നുണ്ട്. റൂമിലെത്തിയ ശേഷം മിത്ര ടോണിനെ വിളിച്ച് നമ്മുടെ പ്രോജക്റ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പറയുന്നു. എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവൾ പറയുന്നുണ്ട്.
നെക്സ്റ്റ് മോർണിംഗിൽ മിത്രയെ കാണാനായി പ്രിൻ അവളുടെ റൂമിലേക്ക് വരുന്നു. പക്ഷേ അവൾ റൂം വെക്കേറ്റ് ചെയ്ത് പോയെന്ന കാര്യം അറിയുമ്പോൾ അവൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിത്രയെ അവളുടെ ഡാഡും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ലീയുടെ ടെൻഡർ അവർക്ക് കിട്ടി. സോ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയിരുന്നു. മിസ്റ്റർ ലീയുടെ പ്രോജക്റ്റ് തങ്ങൾക്ക് നഷ്ടമായെന്ന് അറിയുമ്പോൾ പ്രിന്നും അവൻ്റെ ഡാഡും ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. പ്രിൻ ആദ്യം ഓർക്കുന്നത് മിത്രയെ കുറിച്ചാണ്. കാരണം ഈ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് അവൻ ആകെ ഷെയർ ചെയ്ത് അവളോട് മാത്രമായിരുന്നു. സോ അവന് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. സത്യം അറിയാനായി ദ എംബറന്റ് ഓഫീസിലേക്ക് അവൻ വരുന്നു. ആ സമയത്ത് തന്നെ മിത്ര വണ്ടിയിൽ ഓഫീസിന് വെളിയിലേക്ക് പോവുകയായിരുന്നു. രണ്ടുപേരും വണ്ടിയിലായ കാരണം പരസ്പരം കാണുന്നില്ല. പ്രിൻ ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഗാർഡിനോട് എനിക്ക് പ്ലോയിയെ കാണണം, പ്ലോയി ഇവിടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയാമെന്ന് പറയുന്നു. ഇവിടെ പ്ലോയി എന്ന് പേരുള്ള ഒരു ഗേളും വർക്ക് ചെയ്യുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ടോഡ് അവിടേക്ക് വരുന്നു. ഒരു പ്രോജക്റ്റ് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഗേളിനെ യൂസ് ചെയ്ത് ഇത്രയും ചീപ്പ് ട്രിക്ക് യൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഇത് കേട്ട് ടോഡ് ആകട്ടെ സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ടോഡ് മിത്രയെ കാണാനായി ഓഫീസിലേക്ക് വരുന്നു. ഇന്നലെ പ്ലോയിന് പേരുള്ള ഒരു ഗേളിനെ അന്വേഷിച്ച് പ്രിൻ ഇവിടെ വന്നായിരുന്നു എന്ന് ടോഡ് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മിത്ര ആദ്യം ഷോക്ക് ആകുന്നുണ്ട്. പിന്നെ കൂളായി നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്പനിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും താങ്കൾ തയ്യാറാണെന്നാണ്. എൻ്റെ തോട്ടും സെയിം തന്നെയാണ്. ദ എംപറർ ഗ്രൂപ്പിനെ എത്ര ഉയരങ്ങളിൽ എത്തിക്കാമോ അത്ര ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് അവൻ പറയുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. ഈ സീനിൽ പ്രിന്റെ മദർ അവനെ വിളിച്ച് നിക്കും റീനയും ഇപ്പോൾ തായ്ലൻഡിലുണ്ട്, നീ അവരെ മീറ്റ് ചെയ്യാൻ പോകാൻ പറയുന്നു. അവൻ സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിത്ര നിക്കിന്റെ റീനയുടെയും കൂടെ ആൻ്റെ വീട് ഫ്രണ്ടിന്റെ മകനെ കാണാനായി അവിടെ പ്രിന്നിരിക്കുന്ന കണ്ട് അവൾ ആകെ ഷോക്കാകുന്നു. അപ്പോൾ അവൻ അവളെ കോൾ ചെയ്യുന്നു എവിടെ എത്തിയെന്നറിയാനായി. അവൾ മറുപടി ഒന്നും പറയുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഒരു ഐഡിയ തോന്നുന്നു. കുട്ടികളുടെ നാനിയെ അവളായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുന്നു. എന്നിട്ട് സ്വയം കുട്ടികളുടെ നാനിയുടെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുട്ടികളോട് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ നാനിയാണ്, നിങ്ങളുടെ നാനി ഞാനും, നിങ്ങൾ അതുപോലെ സംസാരിക്കണമെന്ന് പറയുന്നു. കുട്ടികളും സമ്മതിക്കുന്നുണ്ട്. മിത്രയായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത നാനിയും കുട്ടികളും പ്രിന്നെ കാണാൻ വേണ്ടി വരുന്നു. മിത്രയാകട്ടെ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. നാനിയുടെ ആക്ടിങ് കണ്ട് അവൾ ഒരുപാട് സ്മൈൽ ചെയ്യുന്നു. കാരണം ആ നാനി ഇരിക്കുന്നത് ഏതോ മഹാറാണി പോലെയാണ്. ഒരു മൈൻഡും ഇല്ലാതെ വളരെ ആറ്റിറ്റ്യൂഡിൽ പ്രിന്ന നാനിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആറ്റിറ്റ്യൂഡ് വിട്ട് നാനി മറുപടി ഒന്നും പറയുന്നില്ല. അതിനുശേഷം അവരെല്ലാവരും ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കുന്നു. പക്ഷെ നാനി ഐസ്ക്രീം കഴിക്കുന്ന കണ്ടാൽ ആദ്യമായിട്ട് കഴിക്കുന്ന പോലെയാ. ഇവൾ ഇത്രയും ആർത്തിയിൽ ഐസ്ക്രീം കഴിക്കുന്ന കണ്ട് പ്രിന്ന് ഒരുപാട് വിയേർഡ് ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് മിത്ര ഓ ഗോഡ്, ഞാൻ ആരെയാണ് ഞാനായിട്ട് ആക്ട് ചെയ്യാൻ വിട്ടത്, ഇവൾ എന്നെ നാണം കെടുത്തുമെന്ന് അവൾ സ്വയം പറയുന്നുണ്ട്. ഇവിടെ കുട്ടികളും പ്രിന്നും ഒരുപാട് എൻജോയ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് മിത്രയാകട്ടെ ഇമോഷണൽ ആകുന്നു. വീട്ടിൽ വന്ന ശേഷവും മിത്ര ആലോചിക്കുന്നത് പ്രിന്റെയും കുട്ടികളുടെയും ആ മൊമെന്റ്സിനെ കുറിച്ചാണ്. അവൾ ആ കുട്ടികളോട് സോറി പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫാദറിന്റെ സ്നേഹം ഡിസേർവ് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിനെ തരാൻ എനിക്ക് പറ്റില്ല എന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ മിത്രയുടെ ഫാദർ അവളോടും ടോഡിനോടും ഒരു ക്ലയന്റിനെ കാണാനായി ഒരു ഹോട്ടലിലേക്ക് പോകാൻ പറയുന്നു. അവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. ഇവിടെ പ്രിന്നാകട്ടെ മിത്രയെ ഒരുപാട് മിസ് ചെയ്യുന്നു. നീ എവിടെയാണെന്ന് അവൻ സ്വയം ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മിത്ര അവളുടെ കുട്ടികളുടെ കൂടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ആ സെയിം ഹോട്ടലിലേക്കാണ് പ്രിന്നും വന്നിരിക്കുന്നത്. നിക്ക് റീനയും പൂളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്ര ഇതെല്ലാം നോക്കി ഹാപ്പി ഇരിക്കുമ്പോൾ പ്രിൻ അവിടേക്ക് വരുന്നത് അവൾ കാണുന്നു. അവൾ ആകെ ഷോക്കാകുന്നുണ്ട്. തൻ്റെ കൂടെ നിക്കിനെ റീനയും പ്രിൻ കാണാനെന്ന ഉദ്ദേശത്തോടെ അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് വരുന്നു. തൻ്റെ കൺമുന്നിൽ മിത്രയെ കാണുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയായി അവളെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് അവൻ പറയുന്നു. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, നീ എന്നെ വിടാൻ അവൾ പറയുന്നുണ്ട്. സോറി, ഞാൻ ഓർത്തില്ല, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റ് ആയെന്ന് അവൻ പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നിന്നെ കാണാനായി ഞാൻ അന്ന് നിന്റെ റൂമിൽ പോയിരുന്നു, പക്ഷെ നീ ഓൾറെഡി വെക്കേറ്റ് ചെയ്തെന്ന് അവർ എന്നോട് പറഞ്ഞു. എന്നെ വിട്ട് നീ വീണ്ടും പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിൽ മിസ്റ്റേക്ക് എൻ്റെയാണ്. നിന്റെ ഫോൺ നമ്പർ ഞാൻ വാങ്ങണമായിരുന്നു.
ഐ ആം റിയലി സോറി, എനിക്കെന്ന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്നോട് പറയാതെ പോയെന്ന് അവൾ പറയുന്നുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മളന്ന് സംസാരിച്ചപ്പോൾ മിസ്റ്റർ ലീഡ് ടെൻഡറിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ഞങ്ങളുടെ കോമ്പറ്റീറ്ററായ റൈവൽ കമ്പനി യൂസ് ചെയ്തു. ഞങ്ങൾക്ക് ടെൻഡർ നഷ്ടമായെന്ന് അവൻ പറയുന്നുണ്ട്. നീ എന്നെ ഡൗട്ട് ചെയ്യാണോ? നീ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ചെയ്ത് ഞാനാണെന്നാണോ? നീ എന്നെ ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ആം റിയലി സോറി. ഇനി ഒരിക്കലും നിന്നെ മീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലാന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. അവൻ അവളുടെ പിറകെ വരുന്നു. പക്ഷെ മുന്നിൽ നിക്കും റീനയും കളിക്കുന്ന കാണുമ്പോൾ അവന്റെ ശ്രദ്ധ മാറ്റാനായി അവൾ വീഴുന്ന പോലെ അഭിനയിക്കുന്നു. പ്രിൻ പെട്ടെന്ന് അവളെ ഹോൾഡ് ചെയ്യുന്നു. ഈ കാരണത്താൽ കുട്ടികളെ അവൻ കാണുന്നുമില്ല. എന്നിട്ട് അവളെയും കൂട്ടി അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കുടിക്കാനായി അവൾക്ക് വെള്ളം കൊടുക്കുന്നു. ഐ ആം റിയലി സോറി, നീ ഈ തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. ഞാൻ വിചാരിച്ചത് നീ വീണ്ടും എന്നെ ഉപേക്ഷിച്ച് പോയെന്നാണ്. നിനക്ക് ചിലപ്പോൾ ആ രാത്രി ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു മിസ്റ്റേക്ക് അല്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഫീലിങ്സ് സിൻസിയർ ആണെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മിത്രയുടെ മനസ്സും ചെറുതായിട്ട് അലിയുന്നുണ്ട്. അവൻ അവളുടെ ക്ലോസ് ആയിട്ട് വന്ന് അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മിത്ര അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവൻ ഓടി വന്ന് അവളെ ബാക്ക് ഹഗ് ചെയ്യുന്നു. നമ്മൾ വീണ്ടും നാളെ മീറ്റ് ചെയ്യില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ എന്തിനാ നാളെ ആക്കുന്നത്, ഇന്ന് രാത്രി തന്നെ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പ്രിന്നാകട്ടെ ഒരുപാട് ഹാപ്പിയിലായിരുന്നു.